ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വാഴക്കൂമ്പ് കഴിച്ചാൽ. ധാരാളം വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ പ്രമേഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ ഈ വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരനാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. പ്രഷർ കുക്കറിലാണ് കേട്ടോ നമ്മൾ ഈ തോരൻ റെഡിയാക്കി എടുക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ പരിപ്പ് വെച്ചിട്ടും ചെറുപയർ വെച്ചിട്ടും മുതിര വെച്ചിട്ടൊക്കെ വാഴക്കൂമ്പ് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നും മുതിര വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പ്രഷർ കുക്കറിലേക്ക് 3/4 കപ്പ് മുതിരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയെടുത്ത മുതിരയാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. സ്റ്റീം പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം മുതിര കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വാഴക്കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മഞ്ഞൾ ഉപ്പും ചേർത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മുതിര വെന്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ വാഴക്കൂമ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ കുഴഞ്ഞു പോകുമെന്നൊന്നും പേടിക്കേണ്ട, നല്ല അസലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒറ്റൊരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. വിസിൽ വന്നാൽ അപ്പം തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് സ്റ്റീം പോയിട്ട് തുറന്നാൽ മതി. അപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അതാ മുതിരയും അതുപോലെ തന്നെ വാഴക്കൂമ്പും നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ. അത് കുഴപ്പമില്ല, നമ്മൾ തോരൻ റെഡിയാക്കുന്ന സമയത്ത് അത് റെഡിയായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 1 കൈപ്പിടിയോളം ചുവന്നുള്ളി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെയും നമ്മൾ ഈ ഉള്ളി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ചതച്ച മുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെ അളവും എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് നേരം തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും വാഴക്കൂമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള വാഴക്കൂമ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വാഴക്കൂമ്പിൻ്റെ ഒരു 1-2 ലെയർ പുറമേ ഉള്ള തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ തൊലിക്ക് ഭയങ്കര കട്ടിപ്പ് ഉണ്ടാവും. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2-3 ലെയർ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല രുചിയാണ് ഈ മുതിരയും വാഴക്കൂമ്പും വെച്ചിട്ടുള്ള തോരൻ കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ പലതരത്തിലുള്ള വെജ് ആയിട്ടും നോൺ വെജ് ആയിട്ടുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ.